വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പറയുന്നില്ല എന്താ വായില്ല. ഇന്ന് സൈലന്റ് മോഡിലാണ്. ഞങ്ങളിന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ്, ഞങ്ങൾക്കൊരു റൂമുണ്ട്. എല്ലാവരും ഇപ്പൊ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങലും കാര്യങ്ങളൊക്കെ. ഒരു റൂമുണ്ട്. ആ റൂം സ്കൂളിലോട്ട് പോവാനുള്ള രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുക. കാരണം സ്റ്റഡി ടേബിളൊക്കെ കച്ചറ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ കച്ചറ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ കുറെ ഒതുക്കി വെച്ചിട്ടുണ്ട്. കാരണം ആ ലാസ്റ്റ് സമയത്തേക്ക് ഇവർക്ക് തന്നെ ഒരു വിഷമൊക്കെയാണ് സ്കൂളിൽ പോട്ടെ. അപ്പൊ അതിന് മുന്നേ ആ ഒരു വൈബ് ഇങ്ങട് സെറ്റാക്കി കൊടുക്കാന്ന് വെച്ചിട്ടാ, സ്കൂളിന്റെ ഒരു വൈബിലോട്ട് പുസ്തകങ്ങള് ഇതൊക്കെ റൂമൊക്കെ ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്യണം. റൂം മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങൾ. അത്ര വലിയ മേക്ക് ഓവർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കണൊന്നുമില്ല. ഒക്കെ അടക്കി പറക്കി വെക്കണം. കാരണം യൂണിഫോം വെക്കുന്ന കബേർഡിന്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടും കണ്ടില്ലേ, ഇത് മാതിരിയാണല്ല ഇരിക്കുന്നത്. അപ്പൊ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് യൂണിഫോം ഒക്കെ കറക്റ്റ് ഹാങ്ങറും ഒക്കെ ആക്കിയിട്ട് നമുക്ക് കർച്ചീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സ്കൂൾ ലഞ്ച് ബോക്സ് പുതിയതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എന്തൊക്കെ പുതിയത് മേടിക്കണം എന്ന് നോക്കാനായിട്ട്. പിന്നെ അബ്ചേട്ടന് മുടക്കാൻ ഞായറാഴ്ചയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നിക്കാട്ടാ. എന്തിനീ ആൻസർ ഷീറ്റൊക്കെ നീ സൂക്ഷിച്ചു വെച്ചേക്കണേ? പുരാതന വസ്തു കയറ്റാനാ? ആൻസർ ഷീറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെമ്മറീസ് ഒക്കെ ഒതുക്ക്. ദാദിയുടെ ക്രേസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. അതിക്ക് ഈ മോതിരം ഇങ്ങനത്തെ സിൽവർ മാലയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഈ മാല ഏത് പൂരത്തിന് പോയാലും പല ഡിസൈനിലുള്ള മാലകളാവും മേടിക്കും. ഈ മോതിരം ഉണ്ടല്ലോ, മൂങ്ങയുടെ മോതിരം, അത് കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് കണ്ണിന്റെ ഭാഗത്ത് 2 റെഡ് സ്റ്റോൺ ആയിരുന്നു. അതൊക്കെ പോയി. എന്നിട്ട് അതിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുഞ്ഞാദിക്കുട്ടനാണേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ എന്നാ സൂക്ഷിച്ചു വെച്ച് വെക്കി. മറ്റേ ഉർവശി മറ്റേ ഫിലിമിൽ കൊണ്ടുവയ്ക്കുന്ന പോലെ ഇത് ഞാൻ ആദ്യമായി വാങ്ങിയിട്ട് കല്ലെറിഞ്ഞ കല്ല് ഗൈസ്. അതുപോലെ എടുത്ത് വെക്കേണ്ടി വരും. വേഗം ഒതുക്ക്. ഞാൻ അപ്പോഴത്തേനും എനിക്ക് വൈകുന്നേരത്തേക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാടണം. തുണിയോള് കഴുകണം. വേഗം അവസാനിപ്പിക്കും. എന്നിട്ട് വേണം നമുക്ക് റീലെടുക്കാൻ. ക്ഷീണിച്ചാമിയെ കുറച്ചൊക്കെ ഒതുക്കി ഞങ്ങള് അവര് കുറെ ഒതുക്കി. ഞാൻ ആദ്യമൊക്കെ ഒതുക്കി. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ ഒതുക്കി. അത്യാവശ്യമൊക്കെ നീറ്റാക്കി. ഇവർക്ക് ഇവിടെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. മഴ പെയ്തു. നമ്മുടെ റീലെടുക്കാനുള്ള മൂടൊക്കെ പോയി. റീൽ വശെടുക്കണം. എന്താ പറ്റിയ ചേച്ചിക്ക് പെട്ടെന്ന്? എൻ്റെ മുഖം നോക്കിയ പക്ഷെ എൻ്റെ മുഖം അങ്ങനെ തന്നെയായിരുന്നു. എന്തൊരു വലുതാണ് എൻ്റെ മുഖം. നീ പെർഫോം ചെയ്യുമോ? അയ്യോ, എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞാൽ ആദ്യം റെഡിയാവുക ആദ്യമാണ് കേട്ടോ. അവനൊന്നും ചെയ്യില്ല. ഒരു ഫേസ് ക്രീം ഇടുക അല്ലെങ്കിൽ ഒരു മുടി ഇരി ഒന്നും തന്നെ അവൻ ചെയ്യില്ല. അവനൊരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു പാന്റ് എടുത്തിട്ട് അവൻ റെഡി ആയിട്ട് അവിടെ ടി വിയും കണ്ട് അവിടെ ഇരിക്കും കേട്ടോ. ആമിയാണ് ഏറ്റവും സ്ലോവിലാവുന്ന ആള്. എൻ്റെ ഒരു സ്ഥാനം അവള് കയ്യേറിയേക്കാ. ഞാനായിരുന്നു സ്ലോവില് ലേറ്റ് ആയിട്ട് ആവുന്ന ആള്. ആകുമ്പോ ഷഞ്ജുനേരുടെ അടുത്ത് റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബുക്സ് ഒക്കെ മേടിക്കാൻ പോകാൻ. എഡ്യൂമാർട്ടിൽ ഓഫർ ഉണ്ട്, റേറ്റ് കുറവാന്നൊക്കെ പറയുന്നുണ്ട് നോട്ട് ബുക്സ് മേടിക്കാൻ. ഒരു വർഷത്തേക്കുള്ള ബുക്സൊക്കെ ഇങ്ങനെ ഒരുമിച്ച് മേടിച്ചൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അവിടെ പോയി മേടിക്കാൻ പോണം. അങ്ങനെ കവർ ചെയ്യാന്നുള്ളത് വലിയൊരു ചടങ്ങാണ്. 2 പേരുടെയും ബുക്സ് കവർ ചെയ്യണ്ടേ. ആമീനെ പുതിയ പ്രശ്നം എന്തേ
14 വർഷം. അപ്പോൾ 2 റീൽ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാനായിട്ട്. ഇരിക്കുന്ന ഫോട്ടോ എടുക്കാതിരിക്കുന്ന പോലെ രണ്ടാളും എന്താ ആലോചിക്കുന്ന ചേട്ടാ? പറയൂ. സൺഡേസ് ഒക്കെ ഇങ്ങനെയാട്ടാ, വല്ലാണ്ട് പ്ലാനിങ് ഒക്കെ അതിന് മുന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. സൺഡേ ആയി കഴിഞ്ഞാൽ പിന്നെ അബ്ചേട്ട അവിടെ ഇങ്ങനെ ഇരിക്കും, എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചിട്ട് അവിടെ ഇരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് പുസ്തകം മേടിക്കാൻ പോകണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് പൊതിയാനൊക്കെ ഒരു സമയം വേണ്ടേ. അപ്പോഴാണ് അബ്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊരട്ടിയിൽ വന്നിട്ടുണ്ട്, അവരെ കാണാൻ പോകണം. പിന്നെ അമ്മു ചേച്ചിനും സഹിത്തേട്ടനൊക്കെ കണ്ടിട്ട് കുറെ നാളായി, ശങ്കുവിനും പൊന്നൂനൊക്കെ. അപ്പൊ അവരും കാണാൻ പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ അബ്ചേട്ട അതിനെ പറ്റി ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പോകണുണ്ടാവില്ലായിരിക്കുന്നു. അപ്പൊ ബുക്ക് മേടിക്കാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അന്ന് അങ്ങോട്ട് പോയാലോ എന്നുള്ളൊരു ആലോചന വന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ഷഞ്ജുനേരുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോവാന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ കൊരട്ടിയിൽ പോണ പ്ലാൻ നമ്മൾ ബുക്ക് മേടിച്ച് വരുന്നതിനനുസരിച്ച് പ്ലാൻ ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പ്ലാനുകൾ ചേഞ്ച് ചെയ്തു. ഇതിട്ടിട്ടില്ലേ അത് വറുത്ത് മൂടോട് കമ്മലുണ്ടായിരുന്നു. ആ കമ്മല് രണ്ടടിയിൽ അടുത്ത മൂടിട്ടേ ബാഗേ നല്ലതാ അല്ലേ? ബുക്ക് മേടിച്ചതൊക്കെ അതിലൊക്കെയോ. ഞങ്ങൾ റിലയൻസിൽ നിന്ന് മേടിച്ച ബാഗാ, 179 അല്ലേ? അത് 179. അതിന് അവിടുന്ന് കുർത്ത മേടിച്ചു കഴിഞ്ഞാൽ 149 കിട്ടും. പക്ഷെ അല്ലാതെ 179. ആ കുർത്ത മേടിച്ചു കഴിഞ്ഞാ പോവാം. ഇത്ര നേരം വെയിലുണ്ടാകുന്നില്ലാണ്. ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് വീട്ടിൽ പോയി ഷഞ്ജുനേനും പിള്ളേരൊക്കെ കയറ്റിട്ടോ. പിള്ളേരെല്ലാവരും കൂടിയ നല്ല രസമാപ്പോ. ആകെ തിക്കും തിരക്കും ബഹളം, കാരണം അവർക്ക് ഇപ്പൊ ടെൻഷനൊന്നും ഇല്ലല്ലോ, പഠിക്കാനൊന്നുമില്ല. ആ ഒരു ടെൻഷനൊന്നും ഇല്ലാത്ത കാരണമായിരിക്കാം മേ ബി. അങ്ങനെ ഞങ്ങള് എഡ്യൂമാർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. എഡ്യൂമാർട്ടിൽ പോകാനായിട്ട് അബ്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു സൈറ്റിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആ വഴി പോയപ്പോ നല്ല ബ്ലോക്കായിരുന്നു അവിടെ. അപ്പൊ അബ്ചേട്ടൻ ഞങ്ങൾ അവിടെ ഇറക്കി വന്നിട്ട് അബ്ചേട്ടൻ നേരെ സൈറ്റിലേക്ക് പോയിട്ടോ. എഡ്യൂമാർട്ടിൽ പോകാം, കുഞ്ഞിക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവാം. എന്നാ സ്കൂൾ എന്തൊക്കെ ബുക്കാ കുഞ്ഞിക്ക് നോട്ട് ബുക്ക് മേടിക്കാണ്ടാടി? ഞങ്ങൾ എഡ്യൂമാർട്ടിലേക്കാണ് പോയെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും മേടിച്ചില്ല കേട്ടോ. അവിടെ ബുക്സിനും ചില ഐറ്റംസിന് മാത്രമേ അവിടെ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും MRP റേറ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ സ്ഥിരം വർക്കീസ് കോർണറിൽ മേടിക്കുന്നത് കൊണ്ടും അവിടുത്തെ റേറ്റുകളും ബുക്കുകളും ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ടും ഞങ്ങൾ പിന്നെ എഡ്യൂമാർട്ടിൽ നിന്ന് മേടിക്കാൻ പ്രിഫർ ചെയ്തില്ല. കാരണം ക്ലാസ്മേറ്റ്സിന്റെ ബുക്ക് തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷെ മറ്റുള്ള ബുക്സുകളൊക്കെ അവരിൽ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അവിടെ ഷൂവും ചില ഐറ്റംസിനൊക്കെ, ചില പെർട്ടിക്കുലർ ഐറ്റംസിനൊക്കെ അവർ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാത്തിനും നമുക്ക് മേടിക്കുമ്പോൾ എല്ലാത്തിനും ഓഫർ കിട്ടുന്ന സ്ഥലത്ത് നിന്നല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതേപോലെ അവിടെ എടുത്തു വെച്ചു കേട്ടോ. ഈ ബുക്ക് പൊതിയുന്ന റോളിനൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കൂടുതൽ തന്നെയായിരുന്നു. ഇവിടെ ബർത്ത്ഡേയുടെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ മിന്നുവിന്റെയും മാമിയുടെയും ബർത്ത്ഡേ വരുന്നുണ്ട്, ഒക്കെ രണ്ടുപേരും ജൂണിലാണ് വരുന്നത്. അപ്പൊ അത് മേടിക്കാനുള്ള ഇത് ഇത്ര രൂപയുള്ളൂ, ഇത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്യണ്ടേ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും മേടിച്ചില്ലായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ ഉണ്ടാവേ. ലഞ്ച് ബോക്സിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇവിടെ കണ്ടായിരുന്നു. പക്ഷെ ഇവിടെ രസമാണ് കേട്ടോ, എഡ്യൂമാർട്ടിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഒരറ്റം മുതൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാതും ഉണ്ട്, സ്റ്റേഷനറി, വെജിറ്റബിൾസ്, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ഒരു കുടക്കീഴിൽ നിന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ നിന്ന് മേടിക്കാം. രണ്ടാം ക്ലാസ് NCERT
ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലേ. കിട്ടിയാ? ഞങ്ങൾ ഒരുവിധം എല്ലാ ബുക്കും അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. കാരണം മാത്സിനുള്ള ബൗണ്ട് ബുക്കൊക്കെ മുകളിലായിരുന്നു. അപ്പൊ അവിടെ പോയി എല്ലാം ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വർഗീസ് കോർണറിൽ നിന്ന് മേടിച്ച ബുക്കൊക്കെ നല്ല ബുക്കായിരുന്നു. അത് ക്ലാസ്മേറ്റ്സ് ഒന്നല്ല, പക്ഷെ ഫെജിയുടെ തന്നെ ബ്രാൻഡിന്റെ ബുക്കായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കാതെ ഇറങ്ങിയത്. പിന്നെ ഇവിടെ ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ NCERTയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളും പിന്നെ ഒരുപാട് വായന ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ വായിക്കാനുള്ള ബുക്കുകളും എല്ലാം ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രോളിയിൽ കളക്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ അതാത് സ്ഥലത്ത് തിരിച്ചു വെച്ച് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. അതിന്റെ വിഷമം ഇനി അവിടെ വരെ പോകേണ്ടത് ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമമായിരുന്നു കേട്ടോ. കാരണം അഭിചേട്ടൻ സൈറ്റിൽ പോയില്ലോ, അവിടെ വരെ നടക്കാൻ വലിയ ദൂരമൊന്നുമില്ല. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമല്ലേ വർത്താനം പറഞ്ഞ് നടക്കാൻ. അങ്ങനെ ഞങ്ങൾ നിശാന്തായിട്ട് നിമ്മ ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഒജുമാട്ടിൽ നല്ല തിരക്കായിരുന്നു. ഒരുപാട് പരസ്യങ്ങളും പ്രൊമോഷൻസും ഒക്കെ കയറുന്നുണ്ട് അവിടെ. പിന്നെ തിരക്ക് കാണുമ്പോൾ ആൾക്കാർ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് റോട്ടിൽ കൂടെ വെറുതെ കാറിൽ പോകുന്നവർ വരെ കയറി പോകുന്നുണ്ടായിരുന്നു ഒജുമാട്ടിൽ. ഒരുപാട് പേര് അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ റേറ്റ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അത്ര വലിയ എക്സ്പെൻസീവ് ബുക്സിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പുത്തമ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ സീസൺ അനുസരിച്ചല്ല അവിടുത്തെ വൈബ്. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ബുക്സ്, ബാഗ്, വാട്ടർ ബോട്ടിൽ ഒക്കെ പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ശരിക്കും നല്ല ബിസിനസ് ടൈം അല്ലേ. കാരണം ഇതിപ്പോ സൺഡേ ആയിട്ട് പോലും നോക്കി ഇവിടുത്തെ തിരക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ എജുമായിട്ടുള്ള അത്ര വൈബ് ഇവിടെയും ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്. പെൻസിൽസും അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡിന്റെ ഇവിടെ ഉണ്ട്. ഇനി അവിടെ കണ്ടതിനേക്കാളും അങ്ങനത്തെ ഐറ്റംസിന്റെ ഒക്കെ കളക്ഷൻ ഇവിടെയാണ് കേട്ടോ കൂടുതൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് പിള്ളേരെയൊക്കെ ഒരു സൈഡിലേക്ക് നിർത്തണം. കാരണം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണേ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ. അങ്ങനെ പിന്നെ ചെരുപ്പ് മേടിക്കാൻ വന്നു കേട്ടോ. ഇവർക്ക് ബ്ലാക്ക് ചെരുപ്പ് നിർബന്ധം, ക്രോക്സ് ഇടാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഴക്കാലം കഴിയുന്നവരെ ഇതിടണം. കാരണം മഴക്കാലം കഴിഞ്ഞിട്ട് ഇവർക്ക് ഷൂ ചെരുപ്പിടാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അവള് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പിടുന്ന ആളാണ്. അങ്ങനെ ആദിക്ക് മേടിച്ചില്ല. ആദിക്ക് ഷൂ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സമാധാനപ്പെടുത്തി. ആമിക്ക് അവിടെ നിന്ന് ഒരു വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ക്രോക്സ് മേടിച്ചാ? ക്രോക്സ് മേടിച്ചാ? ഞാൻ അധികം ഷൂ ഒന്നും മേടിച്ചില്ല. മഴയൊക്കെ കഴിയും. എല്ലാവർക്കും വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മക്ക് അപ്പുറത്തെ ജിഷിതയുടെ അവിടെ നിന്ന് ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അതൊക്കെ ആവി കയറ്റി ഞങ്ങൾ വരുമ്പോഴേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നത് മാത്രം ഓർമ്മയുള്ളൂ. എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്ത് കഴിച്ചു കേട്ടോ. ഷഞ്ജുനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ പല്ലും ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, പല്ലെടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ പറ്റില്ല, ചൂടുള്ളത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പല്ലുവേദന എങ്ങനെയുണ്ട്? വേദന ഉണ്ട്. കവിള് തുടുത്തു. ഈ കവിള് തുടുക്കുന്ന പല്ലെടുത്താൽ മതി 2 സൈഡും. ഞാൻ അടിച്ചില്ലേ ജ്യൂസ്. ഒറ്റ പ്ലേറ്റ് നിന്നാണ് കേട്ടോ പിള്ളേരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചത്. ഞാൻ അബ്ചേട്ടനും കൂടെ വേറൊരു പ്ലേറ്റ് എടുത്തായിരുന്നു. അങ്ങനെ അമ്മാമ്മയ്ക്ക് കുറച്ച് എളുപ്പമാക്കി കൊടുത്തു. ഡൈനിങ്ങിലോട്ട് നടന്ന് ഓരോ പ്ലേറ്റ് എടുത്ത് കഴിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല ആർക്കും സത്യത്തില്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്നെ കഴിച്ച് അവസാനിപ്പിച്ച്. പിന്നെ ഇവർക്ക് ഏത് നേരം ഡാൻസ് കളിയാ. അപ്പൊ അതിന്റെ കുറ്റമൊക്കെ ഇപ്പൊ എന്റെ തലയില. ഇവര് ഏത് നേരം ഡാൻസ് റീൽസ് എടുക്കാൻ കൊണ്ടുപോകുന്നത് ഞാനാണല്ലോ. അങ്ങനെ നല്ലതല്ലേ അല്ലെ? പിള്ളേർ എന്തെങ്കിലും കാര്യത്തിൽ ആക്റ്റീവായിട്ടിരിക്കുന്നത് നല്ലതല്ലേ? കുനിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് നമുക്ക് നോക്കാം. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും നിന്നാലും ആം ചേച്ചിയുടെ അടുത്താ വരുള്ളൂ. അതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല. വെലിശനും വെല്ലിമയിലും വെല്ലിമയുടെ അടുത്താണ്. എന്നെ പിന്നെ പറയണ്ട, ഞാൻ ലാസ്റ്റ് ആവുള്ളൂ. ഞാൻ അവിടെ ഇരിക്കുമ്പോ നിമ്മ ചേച്ചി വിളിച്ചു, ഷിന്ന മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങയുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ അപ്പച്ചന്റെ വീട്ടിൽ പോയി കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിള്ളേരുതേ ഇവിടെ വന്ന് വീണ്ടും അടുത്ത സെറ്റ് ഓഫ് കളി കളിച്ചു. അങ്ങനെ അവിടെ നിന്ന് മാംഗോ ജ്യൂസ് ഒക്കെ കുടിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം ഹാപ്പി എൻഡിങ് ആയിട്ട് ഇവിടെ തീരാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കൊരട്ടിയിലേക്കൊന്നും പോയില്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.